ICC ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ ഇന്നാണ് BCCI പ്രഖ്യാപിച്ചത്. സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ മലയാളി ആരാധകർക്ക് നിരാശ തന്നെയാണ് സഞ്ജുവിന്റെ കാര്യത്തിലുണ്ടായിരിക്കുന്നത്. പതിവ് പോലെ മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ നിന്നും സഞ്ജു സാംസനെ തഴഞ്ഞിരിക്കുകയാണ്. മിന്നും ഫോമിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സഞ്ജുവിനെ പ്രധാന ടൂർണമെന്റിൽ നിന്നും ഒഴിവാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാനായി സാധിക്കുന്നത്. സഞ്ജുവിനെ എന്തുകൊണ്ട് ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ ഉയരുന്നത്. വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായി KL രാഹുലിനെയും ഋഷഭ് പന്തിനെയുമാണ് BCCI തിരഞ്ഞെടുത്തത്. ഇതിൽ രാഹുൽ തന്നെയായിരിക്കും ടീം ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് കീപ്പർ ആവുക. എന്നാൽ ഒരിക്കൽ കൂടി സഞ്ജുവിന് മുകളിൽ പന്തിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിന്റെ പേരിൽ വലിയ ചർച്ചകൾ തന്നെയാണ് നിലവിൽ ഉയരുന്നത്. കരിയറിൽ ഇതുവരെ കളിച്ച 31 ഏകദിന മത്സരങ്ങളിൽ 33.50 ശരാശരിയിൽ 871 റൺസാണ് പന്ത് നേടിയിട്ടുള്ളത്. മറുഭാഗത്ത് സഞ്ജു 16 മത്സരങ്ങളിൽ നിന്ന് 56.66 ശരാശരിയിൽ 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളും സഹിതം 510 റൺസാണ് നേടിയിട്ടുള്ളത്. 2023 ഡിസംബറിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കളിച്ച അവസാന ഏകദിനത്തിൽ അദ്ദേഹം സെഞ്ചുറിയും നേടിയിരുന്നു. തന്റെ അവസാന 5 T20 മത്സരങ്ങളിൽ നിന്ന് 3ലും സെഞ്ചുറി നേടി മിന്നു ഫോമിൽ സഞ്ജു നിൽക്കുന്ന സമയത്താണ് താരത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്നും ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിൽ നിന്നും BCCI തഴഞ്ഞത്. എന്തുകൊണ്ട് സഞ്ജു തഴയപ്പെട്ടു എന്നുള്ളതിൽ വ്യക്തമായ കാരണമൊന്നും തന്നെ ചീഫ് സെലക്ടർ അജിത് അഗാക്കറോ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയോ പറഞ്ഞിട്ടില്ല. എന്നാൽ സഞ്ജുവിന്റെ പേര് പറയാതെ രോഹിത് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര സീസൺ കളിക്കുന്നതിനെ കുറിച്ചാണ് രോഹിത് ഇവിടെ സൂചിപ്പിച്ചത്. സീസണിൽ ഒരു താരം എങ്ങനെ കളിച്ചു, എത്രത്തോളം വിശ്രമം വേണം എന്നതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ടീം തിരഞ്ഞെടുപ്പ് നടത്തുക. നിലവിൽ താരങ്ങളെ സെലക്ട് ചെയ്തിരിക്കുന്നതും ഇങ്ങനെയാണെന്നാണ് രോഹിത് പറഞ്ഞത്. സഞ്ജു ഇത്തവണ കേരളത്തിന് വേണ്ടി വിജയ് ഹസാരെ ട്രോഫി കളിച്ചിരുന്നില്ല. രഞ്ജി ട്രോഫിയിലും സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിലും കളിച്ചെങ്കിലും വിജയ് ഹസാരെ ടീമിൽ താരത്തെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പരിശീലന ക്യാമ്പിൽ പങ്കെടുത്തവർക്കാണ് പരിഗണനയെന്നാണ് KCA വ്യക്തമാക്കിയത്. സഞ്ജു ആകട്ടെ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്നാൽ ആദ്യ മത്സരം മുതൽ വിജയ് ഹസാരെ ട്രോഫി കളിക്കാനായി താൻ തയ്യാറാണെന്ന് സഞ്ജു KCA അറിയിച്ചിരുന്നു. എന്നാൽ സഞ്ജുവിനൊരു അവസരം നൽകാനായി KCA തയ്യാറായതുമില്ല. ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് വിജയ് ഹസാരെ ട്രോഫിയിൽ സഞ്ജു കളിക്കാത്തത് തന്നെ അദ്ദേഹത്തിന്റെ സെലക്ഷന് തിരിച്ചടിയായി എന്ന് മുൻ സെലക്ടർമാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. അതേസമയം ഇവിടെ സഞ്ജുവിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഋഷഭ് പന്തിന് എന്ത് പ്രിവിലേജാണ് ഉള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. വിജയ് ഹസാരെ ട്രോഫിയിൽ താരങ്ങൾ പങ്കെടുക്കണമായിരുന്നുവെങ്കിൽ ഇവിടെ മത്സരം കളിക്കാത്ത ഋഷഭ് പന്തിനെ എന്തുകൊണ്ട് ടീം സെലക്ട് ചെയ്തു എന്നാണ് ആരാധകരുടെ ചോദ്യം. നിലവിൽ സഞ്ജു സാംസണ് അവസരം നിഷേധിച്ചത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.